പൂരമായി പൊടി പറത്തിയൊരോളമായി ചുടയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ വരവിത സകിലടിച്ചൊരു മുകിലപാടി നഗര മുകളിൽ മങ്കിടങ്ങൾ കുരവയായി കുഴലുമായി കൊടുമുടി കൊടുക്കൽ നമസ്കാരം. എൻ്റെ എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇംപ്രൂവ്മെന്റിന്റെ സ്റ്റഡി ചലഞ്ച് ആണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം. അതിന് മുമ്പേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. നല്ലൊരു ദിവസമാണ് നമ്മൾ തുടങ്ങുന്നത്. എനിക്ക് നിങ്ങൾക്കും എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. ടീച്ചേഴ്സ് ഡേ ആണ്, അധ്യാപക ദിനമാണ്. എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാർ നന്നായിട്ട് അവരെ ബഹുമാനിക്കുകയും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുകയും ചെയ്തുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ സാധിച്ചത്. നിങ്ങളും നന്നായിട്ട് ഗുരുത്വമായിട്ട് നന്നായിട്ട് പഠിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആദ്യമേ ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഒക്കെ പറഞ്ഞുകൊണ്ട് മാഷ് തുടങ്ങുകയാണ്. അന്നേരം ആദ്യം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഓർമ്മിപ്പിക്കുന്നതാണ്. നമ്മുടെ ഈ വീഡിയോയുടെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ആ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ്. നിങ്ങളുടെ നേരത്തെ എത്രയോ വർഷങ്ങളുള്ള കുട്ടികൾ നന്നായിട്ട് അത് യൂസ് ചെയ്തേക്കുന്നത്. ആ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് കയറുമ്പം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളും നോട്ട്സുകളും വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അത് എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് കിട്ടും. ഇന്നിപ്പോൾ സ്റ്റഡി ചലഞ്ച് ഇന്ന് മുതൽ പഠിക്കാനുള്ള സ്റ്റഡി ചലഞ്ചാണ്. നമുക്കറിയാം, നമ്മൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷം നമുക്ക് മിക്കവാറുള്ള കുട്ടികളെല്ലാം ഓഫ്ലൈൻ ട്യൂഷൻ പോകുന്നവരുണ്ടായിരിക്കാം. അതിനുശേഷം സ്കൂളിൽ ക്ലാസ്സുകളുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ വൈകുന്നേരം വീട്ടിൽ വരുന്ന സമയം ഇതെല്ലാം വെച്ചിട്ട് മാഷ് തയ്യാറാക്കിയതാണ്. നിങ്ങൾക്ക് പറയാം ഇത് എങ്ങനെയുണ്ട് ടൈം ടേബിൾ എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം. എനിക്കൊന്ന് ഒരുപാട് ഏറ്റവും കൂടുതൽ സ്റ്റഡി ചലഞ്ച് ഇട്ടേക്കുന്ന ഒരു അധ്യാപകനായിരിക്കാം യൂട്യൂബിൽ ഉറപ്പായിട്ടും. കാരണം അത്രമാത്രം സ്റ്റഡി ചലഞ്ച് നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അന്നേരം നമുക്ക് 20 ദിവസം ഇന്നൂടെ കൂട്ടി 20 ദിവസം വെച്ചിട്ടാണ് നമ്മൾ വൈകുന്നത്. ഇന്ന് നമുക്ക് വളരെ കുറച്ച് പഠിച്ചാൽ മതി. പക്ഷെ നാളെ മുതൽ മിനിമം എത്ര മണിക്കൂർ പഠിക്കണം, എത്ര നേരം പഠിക്കണം, ഏതൊക്കെ സമയം പഠിക്കണം. നമ്മൾ വാരി വലിച്ച് കുറേ സമയത്ത് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല. കൃത്യനിഷ്ഠയോടുകൂടി അടിപൊളിയായിട്ട് പഠിച്ചാൽ നല്ല കിടിലൻ മാർഗം നമുക്ക് കിട്ടും. മനസ്സിലായോ സാറേ? പഠിക്കണം. അന്നേരം നല്ല കിടിലനായിട്ട് പഠിക്കണം, നല്ല അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കണം. അന്നേരം ഗ്രൂപ്പിലെല്ലാം നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കയറാം. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതുവരെയുള്ള ക്ലാസ്സുകൾ ഞാൻ ഇതുവരെയുള്ള ഫിസിക്സിന്റെ ചാപ്റ്ററും അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ഒക്കെ നിങ്ങൾക്ക് ലിങ്കുകൾ ഇട്ട് തരും, അതിന്റെ നോട്ട്സും എല്ലാം ഇട്ട് തരും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് തുടങ്ങുന്നു. +1 ഇംപ്രൂവ്മെന്റ് 2023. ഓക്കെ, 20 ഡേയ്സ് ചലഞ്ചാണ്. 20 ഡേയ്സ് തീപ്പൊരു ദിവസങ്ങളാണ്. ഈ ഗോൾഡൻ ഡേയ്സ് നമുക്ക് ഇനി കിട്ടൂല. കാരണം +1നും +2നും ഇടയിലുള്ള ഏറ്റവും ക്രൂഷ്യൽ ദിനങ്ങളാണ്. മാക്സിമം ഈ കുട്ടികൾ നിങ്ങൾ കാണുന്നവർ ഒരു കാര്യം ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ അധ്യാപകരല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, നമുക്ക് ഒരു പൈസയുടെ ആവശ്യമില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ടാൽ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്തേക്കുക. ഇത് ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 20 ഡേയ്സ് ചലഞ്ചാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് മാക്സിമം 3 ദിവസം 3 സബ്ജക്റ്റുകൾ വരെ എടുക്കുന്നവരുണ്ട്. 3 സബ്ജക്റ്റ് മാക്സിമം ഇംപ്രൂവ്മെന്റ് എഴുതാൻ പറ്റത്തുള്ളൂ. കൂടുതൽ പേര് എനിക്ക് തോന്നുന്നു ഇപ്പൊ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇത് കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും പറ്റും. അതിനനുസരിച്ച് നിങ്ങൾ സബ്ജക്റ്റുകൾ മാറ്റിയാൽ മതി. ആർക്ക് വേണമെങ്കിലും ഈ ടൈം ടേബിൾ സ്റ്റഡി ചലഞ്ച് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അന്നേരം മാക്സിമം 3 സബ്ജക്റ്റ് പറ്റും. ചിലർ ഒരു 99% പേരും എടുക്കുന്ന ഒരു സബ്ജക്ട് ഫിസിക്സ് ആയിരിക്കാം, ഒരു 99% ഉണ്ട്. 2 കെമിസ്ട്രി ആയിരിക്കാം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കെമിസ്ട്രി ആയിരിക്കാം. ബയോളജി, മാത്സും ഇംഗ്ലീഷും ഒക്കെ എടുക്കുന്നവരുണ്ട് ഉറപ്പായിട്ട്. ചിലർ 2 വിഷയങ്ങൾ എടുക്കുന്നവരുണ്ട്, ചിലർ 3 വിഷയം എടുക്കുന്നവരുണ്ട്. ഞാൻ 3 വിഷയത്തിന്റെ വെച്ചാണ് 20 ദിവസം
നമ്മൾ ഇപ്പം +2 കൂട്ടത്തിലാണ് പഠിക്കുന്നത്. +1 ഇംപ്രൂവ്മെന്റ് തന്നെ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അടുത്ത വരുന്ന പബ്ലിക് എക്സാം സെപ്റ്റംബർ 25 +1 ഇംപ്രൂവ്മെന്റ് ആണ്. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് മാർക്ക് കുറവാണെങ്കിൽ സ്കൂളിലെ ടീച്ചർമാർ നിങ്ങൾ തെറി വിളിക്കും. മാർക്ക് കൂടുതലാണെങ്കിൽ കെട്ടിപ്പിടിച്ചു പോകും അല്ലേ? പക്ഷേ മാർക്ക് കുറവായി കഴിഞ്ഞാൽ ആർക്കും വിലയില്ല. വീട്ടുകാർക്കും ഇല്ല, നാട്ടുകാർക്കും ഇല്ല, ആർക്കും ഇല്ല. നമ്മുടെ വില പോവുകയും ചെയ്യും, നമ്മുടെ ഫ്യൂച്ചർ പോവുകയും ചെയ്യും. അന്നേരം അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി പൂർണ്ണമായിട്ടും +1 ഇംപ്രൂവ്മെന്റ് മാത്രം ഫോക്കസ് ചെയ്യുക. 20 ദിവസം, ഒരു ദിവസം 5 മണിക്കൂർ വെച്ചാണെങ്കിൽ 20 ദിവസം 5 മണിക്കൂർ വെച്ചാൽ നമുക്ക് 100 മണിക്കൂർ പഠിക്കാൻ കിട്ടും. ഈ 100 മണിക്കൂർ കൊണ്ട് പുഷ്പം പോലെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നല്ലപോലെ ഒരു 2-3 വട്ടം റിവൈസ് ചെയ്ത് എല്ലാ സബ്ജക്റ്റിനും പോകും. അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും നമ്മുടെ ചാനലിൽ നിന്ന് ചെയ്തു തരും. നിങ്ങളും ഒപ്പം സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അടുത്തത് അന്നേരം 20 × 5 hours 100 hours മാക്സിമം 3 സബ്ജക്ട്സ്. ഓക്കെ വാ. ഓക്കെ, ഇനി 5-ാം തീയതി ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണം കേട്ടോ. ടീച്ചേഴ്സ് ഡേ ആണ്, നല്ല ഐശ്വര്യമായിട്ടൊക്കെ തുടങ്ങണം. രാത്രി 8:30 മുതൽ 10:30 വരെ, നിങ്ങൾ 9 മണി വരെ മുതലാണെങ്കിൽ 11 മണി വരെ എടുക്കുക. ഫിസിക്സ് പഠിക്കുക. ഫിസിക്സ് ഇംപ്രൂവ് ചെയ്യാത്തവർ വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ എടുക്കുക. 11 മണി മുതൽ 12 മണി വരെ, ഇത് PM ഉം AM ഉം കൃത്യമായിട്ടാണ്. അന്നേരം 8:30 മുതൽ 10:30 വരെ 2 മണിക്കൂർ ഇന്ന് ഫിസിക്സും, 11 മണി മുതൽ 12 മണി വരെ 1 മണിക്കൂർ കെമിസ്ട്രി. ഒന്ന് തുടങ്ങി വെക്കുക. ഏതെങ്കിലും നല്ല, ഇപ്പൊ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സോ മോഷൻ ഓസ്ട്രേലിയനോ കെമിസ്ട്രി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആദ്യത്തെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾ തുടങ്ങി വെക്കുക. അടുത്ത ദിവസം മുതൽ കോമൺ ആയിട്ടൊരു ടൈം ടേബിൾ ആണ്. 3 വിഷയമുള്ളവർക്ക്, 2 വിഷയമുള്ളവർക്ക്, 1 വിഷയമുള്ളവർക്ക് നിങ്ങൾ ഇതിനനുസരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. കൊമേഴ്സുകാരും ഹ്യൂമാനിറ്റീസുകാരും നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം. അത് ഇവർ ഈ സബ്ജക്റ്റുകൾക്ക് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുത്താൽ മതി. നോക്കിയേ, 6 നാളെ നമുക്കറിയാം രാവിലെ, ഈ കുറച്ച് ദിവസം രാവിലെ എഴുന്നേക്കണം അല്ലേ? എഴുന്നേക്കണം. നമുക്ക് ഈ 25-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ കഴിഞ്ഞ ശേഷം പിന്നെ എഴുന്നേറ്റിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ തുടർച്ചയായിട്ട് രാവിലെ ഒന്നും എഴുതാൻ, പക്ഷേ ഈ ദിവസങ്ങളിൽ നിങ്ങൾ രാവിലെ എഴുന്നേക്കുവാണെങ്കിൽ നല്ലതാണ്. കാരണം ഒരുപാട് കുട്ടികൾക്ക് ഞാൻ ഈ പറഞ്ഞ ഓഫ്ലൈൻ ട്യൂഷൻ ഉണ്ട്. അന്നേരം രാവിലെ 4:30-ക്ക് എഴുന്നേറ്റല്ലേ, 4:15-നൊക്കെ എഴുന്നേറ്റല്ലേ, 4:30 മുതൽ 6 മണി വരെ നല്ല സൂപ്പറായിട്ട് പഠിക്കാൻ പറ്റുന്ന സമയമാണ്. അന്നേരം നിങ്ങൾ 1.5 മണിക്കൂർ കെമിസ്ട്രി പഠിക്കണം. പിന്നെ നിങ്ങൾ ക്ലാസ്സിനോ ഒക്കെ പോകുന്നവരാണെങ്കിൽ ക്ലാസ്സിന് പോവുക, ബാക്കിയുള്ളവരിന്ന് പഠിക്കുക. സ്കൂളിൽ പോകേണ്ടവർ എന്തായാലും സ്കൂളിൽ പോയേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൂടെ പറ്റുന്ന ടൈം ടേബിൾ ഞാൻ പറഞ്ഞേ, രാത്രി 7:30 മുതൽ 9:30 വരെ ഫിസിക്സ് പഠിക്കണം. 10 മണി മുതൽ 11:30 വരെ രാത്രി. അതിനിടെ നിങ്ങൾക്ക് 9:30 മുതൽ നിങ്ങൾക്ക് 10 മണി വരെ നിങ്ങൾക്ക് ആഹാരം കഴിക്കാനുള്ള ബ്രേക്ക് ഉണ്ട്. 10 മണി മുതൽ 11:30 വരെ ബയോളജി ആകാം, ബയോളജി ഇമ്പ്രൂവ് ചെയ്യുന്നവരാകാം, ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്നവരാകാം, മാത്സ് ഇമ്പ്രൂവ് ചെയ്യുന്നവരാകാം. ഏതായാലും അത് നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ. അത് നിങ്ങൾ 1.5 മണിക്കൂർ. അന്നേരം ഇവിടെ ഒരു 2 മണിക്കൂറുണ്ട്, 1.5 മൊത്തത്തിൽ 5 മണിക്കൂർ ദിവസം. ഈ ടൈം ടേബിളാണ് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഫോളോ ചെയ്യേണ്ടത്. 6-ാം തീയതി, 7-ാം തീയതി, 8-ാം തീയതി എല്ലാം ഇതേപോലെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തീർക്കാം. ഒറ്റ പ്രത്യേകത മാത്രം, 9-ാം തീയതി അതുപോലെ തന്നെ 10-ാം തീയതി ഞായറാഴ്ച, സൺഡേ ഈസ് എ ഹോളിഡേ അല്ലേ? നമുക്ക് കുറച്ച് സമയം എക്സ്ട്രാ കിട്ടുന്ന ദിവസമാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. മാക്സിമം ഹാർഡ് വർക്ക് പേസ് ഓഫ് എന്നാണ്. നന്നായിട്ട് കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളെയും ദൈവം താക്കത്തില്ല. നമുക്ക് മണ്ടയ്ക്കോട്ട് കയറാം, ഉറപ്പായിട്ട് പിടിച്ച് കയറണം. 10-ാം തീയതി നിങ്ങൾ രാവിലെ 4:30-ക്ക് എഴുന്നേക്കാൻ പറയത്തില്ല, 7:30-ക്ക് എഴുന്നേക്കണം. 7:30 മുതൽ 9 വരെ ഫിസിക്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആകാം, അതൊക്കെ എന്തായാലും ആകുമല്ലോ. 10 മണി മുതൽ 12 മണി വരെ കെമിസ്ട്രി. 4 മണി മുതൽ 5:30 വരെ ബയോളജിയോ ഇംഗ്ലീഷോ മാത്സോ എല്ലാം ഒരേപോലെ ഇതുപോലെ കൊണ്ടുപോവുക. 5:45 മുതൽ 6:30 വരെ ഫിസിക്സ്. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും, ഞാൻ പറയുന്ന എല്ലാ ദിവസവും പ്രയർ എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മൾ പ്രാർത്ഥന വേണം, നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടണം. നമുക്ക് എല്ലാ രീതിയിലും ഏത് മതവിശ്വാസത്തിലും അവരുടെ അനുസരിച്ചുള്ള പ്രാർത്ഥന ഒരു 15 മിനിറ്റ്, അരമണിക്കൂറെങ്കിലും, 15 മിനിറ്റ്, 10 മിനിറ്റ് എങ്കിലും നിങ്ങൾ മനസ്സ് ഒന്ന് പ്രാർത്ഥിക്കുക. അതെല്ലാ ദിവസവും ചെയ്യുക. 7 മണി മുതൽ 9 മണി വരെ ഫിസിക്സ്. 9:30 മുതൽ 10:30 വരെ കെമിസ്ട്രി. അന്ന് നമുക്ക് നല്ലതുപോലെ കിട്ടുന്ന ഒരു ദിവസമാണ്. ഒരുപാട് ഞായറാഴ്ച കിട്ടത്തില്ല, പ്രധാനമായിട്ട് 2 ഞായറാഴ്ച കിട്ടത്തുള്ളൂ. ഈ ഞായറാഴ്ച മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം.
11-ാം തീയതി പോലെ റെഗുലർ ടൈം ടേബിൾ തന്നെ, ബാക്കിയുള്ള ദിവസത്തെ പോലെ തന്നെയാണ്. പിന്നെ 12, 13, 14, 15 എല്ലാം അതുപോലെ തന്നെ. 16, 17, 17 വീണ്ടും ഞായറാണ്. അന്നേരം 10-ാം തീയതി അതേ ടൈം ടേബിൾ ഞായറാഴ്ചത്തെ മനോഹരമായിട്ട് കൂടുതൽ അവസരം കിട്ടും നല്ലതുപോലെ പഠിക്കാം. എനിക്കൊന്ന് ഈ 17 ആകുമ്പോഴത്തേന് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഓൺലൈനിൽ കിട്ടുന്ന കുട്ടികൾക്കൊക്കെ 17-ാം തീയതി ആകുമ്പോഴത്തേന് കംപ്ലീറ്റ് തീരും. പിന്നെ റിവിഷൻ ചെയ്താൽ മതി. റിവിഷൻ എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഒരു 2-3 വട്ടം റിവിഷൻ ചെയ്യാനുള്ള സമയവും. അതിന് മുമ്പ് എല്ലാം കംപ്ലീറ്റ് തീരും. 18-ാം തീയതി മുതൽ സാധാരണ ടൈം ടേബിൾ. 19, 20, 21, 22 ഇത് സാധാരണ രീതിയിലുള്ള ടൈം ടേബിളാണ്. ഞാൻ പറഞ്ഞ പോലെ 4:30 മുതൽ രാവിലെ 6 മണി വരെ. വൈകുന്നേരമാണ് 7:30 മുതൽ 9, രാത്രിയിലാണ് 7:30 മുതൽ 9:30 വരെ. രാവിലെ എല്ലാം തുറന്നോണം. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം, ഫ്രഷ് ആയതിനു ശേഷം, പ്രാർത്ഥിച്ചതിന് ശേഷം ഒക്കെ മതി. എന്നിട്ട് ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം 10 മണി മുതൽ 11:30 വരെ ഇങ്ങനെ പഠിച്ചു പോവുക 22-ാം തീയതി വരെ. 22-ാം തീയതിക്ക് ശേഷം ഞാൻ ഇടാത്തിന് കാരണം 25-ാം തീയതി പരീക്ഷയാണെങ്കിൽ 2 ദിവസം, ഇപ്പൊ കെമിസ്ട്രി ആണ് എഴുതുന്നവരാണെങ്കിൽ 2 ദിവസം പൂർണ്ണമായിട്ടും എന്ത് പഠിക്കണം? കെമിസ്ട്രി പഠിക്കുക. പിന്നെ ബാക്കിയുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണോ അതിനനുസരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് അന്നേരം നമുക്ക് ടൈം ടേബിൾ ഇടാം. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിക്കും ഉറപ്പായിട്ട് ഞാൻ പറയാം, 1 മാർക്ക് കുറയത്തില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു മിനിമം 3 times 3 വട്ടം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടും. 3 വട്ടം. അന്നേരം അത് നിസ്സാര കാര്യമല്ല. മൊത്തത്തിൽ നമ്മൾ 100 മണിക്കൂർ പഠിക്കുന്നു. 100 കൂടുതൽ മണിക്കൂർ നമുക്ക് പഠിക്കാൻ പറ്റും. അത് നിങ്ങൾ എത്രമാത്രം ശക്തരാണ്, നിങ്ങൾ എത്രമാത്രം മാനസികമായിട്ട് എത്ര ശക്തരാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കാരണം ഇത് നമ്മളെ ആരെയും ബോധിപ്പിക്കേണ്ട റിസൾട്ട് അല്ല, നമ്മൾ തന്നെത്താൻ നല്ല അധ്വാനിച്ചുണ്ടാക്കി എടുക്കേണ്ട റിസൾട്ടാണ്. ഈ റിസൾട്ട് നിങ്ങൾക്ക് ക്രൂഷ്യലാണ്. ഇനി നിങ്ങൾ +2 എത്ര ഗംഭീരമായിട്ട് പഠിച്ചാലും +1 നല്ല ഗംഭീര മാർക്ക് കിട്ടിയില്ലെങ്കിൽ 2 കൂടെ കൂട്ടുമ്പം കിട്ടത്തില്ല. എന്നിട്ട് നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് +2 മാർക്ക് കിട്ടും. അതിനകത്ത് സംശയം വേണ്ട. അന്നേരം മാഷിനെ കൊണ്ടുള്ള എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ ചെയ്തു തരും. നിങ്ങൾക്ക് ഇത് PDF ആയിട്ടാണെങ്കിൽ PDF വേണമെങ്കിൽ ഇട്ട് തരാം. ഒരു പ്രശ്നമില്ല. ഗ്രൂപ്പിനകത്തൊക്കെ ഈ ടൈം ടേബിളിന്റെ PDF ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ പറഞ്ഞ പോലെ 20 days ചലഞ്ച് എന്ന് പറഞ്ഞാൽ 20 days ആണ്. പഠിക്കാനുള്ള സമയം കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അന്നേരം നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, നിങ്ങൾ ഇതുപോലെ പഠിക്കുക, മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നല്ല സിമ്പിളായിട്ടുള്ള ഫിസിക്സിന്റെ ക്ലാസ്സുകളും കെമിസ്ട്രിയുടെ ക്ലാസ്സുകളും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലളിതമായ രീതിയിൽ, സിമ്പിളായിട്ടുള്ള രീതിയിൽ ബയോളജി ആയാലും ഇംഗ്ലീഷ് ആയാലും എല്ലാം നിങ്ങൾക്ക് കിട്ടും. എല്ലാം നിങ്ങൾ അനുസരിച്ച് പഠിച്ച് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. അടിപൊളിയല്ലേ? നല്ലൊരു ദിവസം നമ്മൾ സെലക്ട് ചെയ്തു. സെപ്റ്റംബർ 5. എല്ലാവർക്കും ഒരിക്കൽ കൂടി അങ്ങോട്ട് മാഷ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ അല്ലേ? ഗുരുക്കന്മാരെന്നും ഗുരുക്കന്മാരാണ്. ഗുരുക്കന്മാരുടെ ആശീർവാദത്തോടുകൂടി നമുക്കെല്ലാം സാധിക്കും. നല്ലൊരു ദിവസം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. ഇപ്പോൾ ടൈം ടേബിളായി. ഇനി ടൈം ടേബിളായി കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ തുടങ്ങണം. എല്ലാവരും പഠിക്കാൻ തുടങ്ങുമെന്നുള്ള വിശ്വാസത്തിൽ മാഷ് നിർത്തുന്നു. ക്ലാസ്സുകളെല്ലാം പുറകാലെ വരും. ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷനകത്ത് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. കൂട്ടുകാർക്കെല്ലാം കൊടുക്കാം. ഫ്രീ ആണ്. നോട്ട്സും എല്ലാം നിങ്ങൾക്ക് കിട്ടും. അടിപൊളിയായിട്ട് പഠിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗീവ് അപ്പ്.